ഇന്ത്യക്കെതിരെ വൻ ആരോപണവുമായി എത്തിയിരിക്കുകയാണ് ചൈനയിലെ മാധ്യമങ്ങൾ. അതായത് ചൈനയുടെ പിന്തുണയുള്ള മാധ്യമങ്ങൾ എന്നും പറയേണ്ടി വരും. ഇന്ത്യ ഏകദേശം 8000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മറ്റൊരു ICBM വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവരുടെ ആരോപണം. ഈ ആരോപണം എന്ന് പറയുന്നത് ദക്ഷിണേഷ്യയുടെ ആണവ കണക്കുകൂട്ടലിനെ പുനർനിർമ്മിക്കാൻ സാധ്യതയുള്ള ഒരു വെളിപ്പെടുത്തൽ എന്ന് വേണം പറയാൻ. 8000 കിലോമീറ്റർ ക്ലാസ് ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വികസിപ്പിക്കുന്നുണ്ട് എന്ന് ചൈനീസ് സൈന്യത്തിലെ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഏഷ്യ ടൈംസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അഗ്നി 5 ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ നവീകരിച്ചതോ അല്ലെങ്കിൽ അടുത്ത തലമുറ പതിപ്പോ ആയിട്ടാണ് ഇതിനെ ഇവർ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ചൈന അതിർത്തിയിലെ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന ഈ അവകാശവാദം അന്താരാഷ്ട്ര പരിശോധനയെ മറികടക്കാൻ ഇന്ത്യ അതിന്റെ മിസൈൽ ശേഷിയെ വ്യവസ്ഥാപിതമായി കുറച്ച് കാണിച്ചിരിക്കുന്നു എന്നാണ് ഈ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് ചൈനയുടെ ദീർഘകാല ആരോപണങ്ങളെ വീണ്ടും ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ചൈന നേരത്തെ തന്നെ ഇന്ത്യ ഏകദേശം 10,000 മുതൽ 12,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ICBMകൾ വികസിപ്പിക്കുന്നുണ്ട് എന്നും ഇന്ത്യ ഇത് മറച്ചു വെച്ചിരിക്കുകയാണ് എന്നുമാണ് ചൈന നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നത്. ഈ ആരോപണം ഏകദേശം സത്യമാണ് എന്നാണ് ഇപ്പോൾ ഏഷ്യ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു അഗ്നി 6 മിസൈൽ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തിയ അഗ്നി 5 ഇന്ത്യയുടെ തന്ത്രപരമായ വ്യാപ്തി മുഴുവൻ ചൈനയെയും മാത്രമല്ല കിഴക്കൻ ഏഷ്യയുടെയും അതിനപ്പുറമുള്ള പ്രദേശങ്ങളെയും ഉൾക്കൊള്ളാൻ സഹായിക്കും എന്നും ഭാരം കുറഞ്ഞ വാർഹെഡ് കോൺഫിഗറേഷനുകൾക്ക് കീഴിൽ ഇതിനേകദേശം 10,000 മുതൽ 12,000 കിലോമീറ്റർ വരെ പേലോഡുകൾ വഹിക്കാൻ സാധിക്കും എന്നുമാണ് ഇപ്പോൾ ഇവരുടെ ആരോപണം എന്ന് പറയുന്നത്. ചൈനയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഹൈപ്പർസോണിക് DF-41 ICBMകളും വളർന്നു വരുന്ന അന്തർവാഹിനി വിക്ഷേപണ പ്രതിരോധ സംവിധാനവും ഉൾപ്പെടെയുള്ള ചൈനയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആയുധ ശേഖരത്തോടുള്ള നേരിട്ടുള്ള പ്രതികരണമാണ് ഏഷ്യ ടൈംസ് റിപ്പോർട്ട് ഈ വികസനത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ മിസൈൽ എന്ന് പറയുന്നത് പൂർണ്ണ പേലോഡുകളോടെ അടിസ്ഥാനമായി 8000 കിലോമീറ്റർ ദൂരപരിധി ലക്ഷ്യമിടുന്നു എന്നാണ്. അതായത് അഗ്നി 5ന്റെ ഇപ്പോഴത്തെ ദൂരപരിധി എന്ന് പറയുന്നത് 5000 കിലോമീറ്റർ ആണ്. എന്നാൽ ഇപ്പോൾ പുതിയതായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മിസൈൽ ഏകദേശം 5000 കിലോമീറ്റർ പരിധിയെ മറികടക്കുന്നു. അതേപോലെ തന്നെ ഭാരം കുറഞ്ഞ MIRV ലോഡുകൾ 12,000 കിലോമീറ്റർ വരെ എത്തുമെന്നും ഇവർ പറയുന്നു. ഇത് അമേരിക്കൻ പസഫിക് താവളങ്ങളെയും യൂറോപ്യൻ സഖ്യകക്ഷികളെയും സൈദ്ധാന്തികമായി ആക്രമണ ദൂരത്തിൽ നിർത്തുന്നു എന്ന് വേണം പറയാൻ. ചൈനയെയും പാകിസ്ഥാനെയും മുഴുവനായും അമേരിക്കൻ പസഫിക് താവളങ്ങളെയും യൂറോപ്യൻ സഖ്യകക്ഷികളെയും വരെ ആക്രമിക്കാൻ തരത്തിലുള്ള ഒരു വലിയ മിസൈലാണ് ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇവരുടെ ഈ ആരോപണം എന്ന് പറയുന്നത് പുതിയതുമല്ല. കാരണം 2012 അഗ്നി 5 അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം ചൈനീസ് സ്റ്റേറ്റ് മാധ്യമങ്ങളും വിദഗ്ധരും ഒക്കെ ഇന്ത്യ ഇതിന്റെ ദൂരപരിധി കുറച്ചാണ് കാണിച്ചിരിക്കുന്നത് എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു, ആരോപിക്കുകയും ചെയ്തിരുന്നു. മിസൈലിന്റെ യഥാർത്ഥ ശേഷി അമേരിക്ക പോലുള്ള മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം പങ്കാളികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇതിന്റെ കണക്കുകൾ വളരെ കുറവാണ് കാണിച്ചിരിക്കുന്നതെന്നും അവകാശപ്പെട്ടു. അതേപോലെ തന്നെ PLA അക്കാദമി ഓഫ് മിലിറ്ററി സയൻസിലെ ഗവേഷകനായ ഡു വെൻലോങ്ങിന്റെ 2012 ഒരു പ്രമുഖ വിശകലനം എന്ന് പറയുന്നത് കുറഞ്ഞ പേലോഡുകൾ ഉപയോഗിച്ച് അഗ്നി 5നെ 8000 മുതൽ 12,000 കിലോമീറ്റർ വരെ എത്താൻ കഴിയും എന്നാണ്. അപ്പോൾ ഈ അഗ്നി 5ന് 8000 മുതൽ 12,000 കിലോമീറ്റർ വരെ എത്താൻ കഴിയുമെങ്കിൽ ഇവരുടെ ഈ ചൈനയുടെ ഈ ആരോപണത്തിലെ പുതിയ മിസൈൽ എന്ന് പറയുന്നത് ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് 10,000 മുതൽ 12,000 കിലോമീറ്റർ ആണ് എന്നാണ് ചൈനയുടെ വാദം. ആഗോള തിരിച്ചടി ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യ ഇതിന്റെ ദൂരപരിധി 5000 കിലോമീറ്റർ ആയി മനഃപൂർവ്വം പറഞ്ഞിരിക്കുകയാണ് എന്നാണ് ഇദ്ദേഹവും പറഞ്ഞത്. 2017 സമാനമായ വിമർശനങ്ങൾ വീണ്ടും ഉയർന്നു വരികയും ചെയ്തു. ഇന്ത്യയുടെ വിക്ഷേപണത്തിന് ശേഷമുള്ള ഈ അവകാശവാദങ്ങൾ ഇപ്പോൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. പീപ്പിൾസ് ഡെയിലി പോലുള്ള ചൈനീസ് മാധ്യമങ്ങൾ നാറ്റോ സമ്മർദ്ദം മൂലം നിർബന്ധിത പരിധി വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഇന്ത്യ എന്നും പറയുന്നു. എന്നാൽ അഗ്നി 5 വിശ്വസനീയമായ മിനിമം പ്രതിരോധം പാലിക്കുന്നുണ്ട് എന്നും ഒരു രാജ്യത്തെയും ലക്ഷ്യം വെച്ചിട്ടില്ലെന്നുമാണ് ഇന്ത്യയുടെ ഇതിനോടുള്ള പ്രതികരണം. എന്തായാലും ഇപ്പോൾ 2025 ഓഗസ്റ്റിൽ ഒഡീഷയിൽ നിന്നുള്ള വിജയകരമായ അഗ്നി 5ന്റെ രാത്രിയിലെ പരീക്ഷണം ഇപ്പോൾ ലോക രാജ്യങ്ങളെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിനുള്ള പ്രചോദനമായിരിക്കുകയാണ് ഇപ്പോൾ അഗ്നി 5ന്റെ പരീക്ഷണം. MIRV സാങ്കേതിക വിദ്യയെ സാധൂകരിക്കുകയും വിപുലീകൃത ശ്രേണി മാറ്റങ്ങളെ കുറിച്ച് സൂചന നൽകുകയും ചെയ്യുന്ന ഇന്ത്യയുടെ ഒരു വമ്പൻ പരീക്ഷണം തന്നെയായിരുന്നു ഇത്. DRDOയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത 3 ഘട്ടങ്ങളുള്ള റോഡ് മൊബൈൽ IRBM ആയ അഗ്നി 5 5000 മുതൽ 8000 കിലോമീറ്റർ പരിധിയുള്ള ഒരു ക്വാസിം ICBM ആയി ഇതിനകം തന്നെ യോഗ്യത നേടിക്കഴിഞ്ഞു. ദ്രുത വിന്യാസത്തിനായുള്ള കാനിസ്റ്റർ ലോഞ്ച്, ഭാരം കുറയ്ക്കുന്നതിനുള്ള സംയുക്ത വസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള സമീപകാല നവീകരണങ്ങൾ ഒരു സ്ട്രെച്ച്ഡ് വേരിയന്റിന്റെ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ്.
ഏഷ്യ ടൈംസ് സ്രോതസ്സുകൾ ഈ പദ്ധതിയെ അഗ്നി 5ന്റെ റിംഗ് ലേസർ ഗൈറോ നാവിഗേഷനും സോളിഡ് ഫ്യൂവൽ ബൂസ്റ്ററുകളെയും ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ റീ എൻട്രി വാഹനങ്ങൾ ഉപയോഗിച്ച് 8000 കിലോമീറ്റർ പരിധി കൈവരിക്കും എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. തെർമോ ന്യൂക്ലിയർ വാർഹെഡുകൾക്ക് പോലും ഇത് മതിയാകുമത്രേ. ഇന്ത്യയുടെ ഈ വമ്പൻ പരിണാമം ഇന്ത്യയുടെ ട്രയാഡ് പക്വതയ്ക്ക് അനുയോജ്യമാണ്. ബ്രഹ്മോസ്, K4 SLBM പോലുള്ള വായുവിലൂടെയും കടലിലൂടെയും വിക്ഷേപിക്കാവുന്ന അസറ്റുകൾക്കൊപ്പം ഒരു യഥാർത്ഥ ICBM രണ്ടാമത്തെ ആക്രമണ പ്രതിരോധ പരിധിയാണ് ഉറപ്പിക്കുന്നത്. 8000 കിലോമീറ്റർ പൂർണ്ണ പേലോടെ ചൈനയുടെ ഹൃദയഭാഗത്തെ മൂടുമെന്നാണ് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതേസമയം ഭാരം കുറഞ്ഞ കോൺഫിഗറുകൾ, അതായത് ഏകദേശം 500 മുതൽ 1000 കിലോഗ്രാം വരെയുള്ള MIRVകൾ ഇതുപയോഗിച്ച ബാലിസ്റ്റിക് മോഡലുകൾ അനുസരിച്ച് ഗാങ്ഷുവിലേക്കോ ടോക്കിയോയിലേക്കോ വരെ വളയാൻ സാധ്യതയുണ്ടത്രേ. എന്തായാലും ഇതിപ്പോൾ ചൈനയെ ഒന്ന് ഞെട്ടിച്ചിരിക്കുകയാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ 200-ൽ കൂടുതൽ വാർഹെഡുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2030 ആകുമ്പോഴേക്കും ചൈനയുടെ ശേഖരം എന്നത് 1000-ആയിട്ടാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഒരു ICBM മുന്നേറ്റം HQ-19 BMD വിപുലീകരണങ്ങൾ അല്ലെങ്കിൽ DF-27 ഹൈപ്പർസോണിക് വിന്യാസങ്ങൾ പോലുള്ള പ്രതിരോധ നടപടികൾക്ക് കാരണമാവുകയും ചെയ്യും. 2020-ലെ ഗാൽവാൻ ഏറ്റുമുട്ടലുകൾ സിദ്ധാന്തപരമായ സംഘർഷങ്ങൾ തുറന്നു കാട്ടുന്ന LACയിൽ അത്തരം ധാരണകൾ തെറ്റായ കണക്കുകൂട്ടലുകൾക്ക് സാധ്യതയുണ്ട് എന്നും പറയുന്നു. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ വർദ്ധിച്ചു വരുന്ന പ്രതിരോധ മേഖലയുടെ ശേഷി എന്നത് ഒരു തുല്യത നടപ്പിലാക്കുന്ന ഒന്നായിട്ടാണ് ഇന്ത്യ ഇതിനെ കാണുന്നത്, അല്ലാതെ പ്രകോപനപരമായ ഒന്നായിട്ടല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2024-ലെ പ്രതിരോധ ആധുനികവൽക്കരണം എന്ന പ്രസ്താവനയാണ് ഇത് പ്രതിധ്വനിക്കുന്നത്. എങ്കിലും ഏഷ്യ ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ റിപ്പോർട്ട് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ മുന്നേറ്റം തന്നെയാണ്. നേരെ മറിച്ച് ചൈനയെയും പാകിസ്ഥാനെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശങ്കയിലേക്കാണ് ഇപ്പോൾ ഇതുകൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ റിപ്പോർട്ട് ഇപ്പോൾ ചൈന വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഇന്ത്യയുടെ അഗ്നി 5ന്റെ നവീകരണത്തെ നോക്കിക്കാണുന്നത്. ഇന്ത്യയുടെ അഗ്നി മിസൈൽ പദ്ധതിയുടെ ഏറ്റവും നൂതനമായ പതിപ്പാകാൻ ഉദ്ദേശിച്ചിട്ടുള്ള അഗ്നി 6 8000 മുതൽ 12000 കിലോമീറ്റർ വരെ ദീർഘദൂര ആക്രമണ ശേഷിയോടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നാൽ ചില കണക്കുകൾ ഇപ്പോൾ പറയുന്നത് ഭാരം കുറഞ്ഞ പേലോഡോടെ 16000 കിലോമീറ്റർ വരെ ഇതിന് ദൂരപരിധി ഉണ്ട് എന്നുമാണ്. ഒന്നിലധികം വാർഹെഡുകൾ വഹിക്കാൻ അനുവദിക്കുന്ന മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യ കരയിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാനുള്ള കഴിവാണ് ഇതിന്റെ ഏറ്റവും പ്രധാന സവിശേഷത. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 8000 മുതൽ 12000 കിലോമീറ്റർ വരെ ദൂരപരിധി ഇതിനെ പ്രതീക്ഷിക്കുന്നു. അതേസമയം തന്നെ ഭാരം കുറഞ്ഞ പേലോഡോടെ 14000 മുതൽ 16000 കിലോമീറ്റർ വരെ ദൂരപരിധിയിലേക്ക് പറക്കാനും ഇതിനു കഴിയും. കരയിൽ നിന്നുള്ള ലോഞ്ചറുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാനും കഴിയും. 10 മുതൽ 12 ന്യൂക്ലിയർ അല്ലെങ്കിൽ തെർമോ ന്യൂക്ലിയർ വാർഹെഡുകൾ വരെ വഹിക്കാൻ കഴിവുള്ള ഗണ്യമായ പേലോഡ് ശേഷിയും ഇതിനുണ്ട്. അതേപോലെ തന്നെ സൈനിക ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കാനുള്ള കഴിവും ഇതിനുണ്ട്. അതേ രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന രാത്രികളാണ് ഇനി വരാൻ പോകുന്നത്. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.